നോമ്പിന്റെ കാര്യത്തിൽ മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ആരാണോ നോമ്പ് നോൽക്കുന്നത് അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പോറ്റാൽ 70 വർഷത്തെ വൈദൂരം അവൻ്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നകറ്റുമെന്നാണ്. ഇനി തറാവീഹിനെ കുറിച്ചോ, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനും ഇഹ്തിസാബും വേണം. അത് അല്ലാഹ് അവിടെ ഷർത്തായി വെച്ചിരിക്കുകയാണ്, അവിടെ ഒരു സബബായി ഇല്ലത്തായി വെച്ചിരിക്കുകയാണ്. എന്ത്? ഈമാൻ ഇഹ്തിസാബ്. ഇത് രണ്ടും ഉണ്ടാകണം എല്ലാ ആരാധനയിലും. ഇബാദത്തുൻ ഖൽബിയ്യ, ഹൃദയം കൊണ്ടുണ്ടാകുന്ന ആരാധന അല്ലേ. ഒരു തെറ്റിന്ന് മാറിക്കണ് പടച്ചോനെ പേടിച്ചിട്ടായിരിക്കണം, പടപ്പള പേടിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? കരയുന്നത് പടച്ചോനെ പേടിച്ചിട്ടായിരിക്കും, ദുനിയാവിന് വേണ്ടിയല്ല. അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹിലുള്ള പ്രതീക്ഷ, അള്ളാഹിയുള്ള ഭയം, അള്ളാഹിലുള്ള തവക്കുൽ, അതൊന്നും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒക്കെ പടച്ചോനെ ഏൽപ്പിച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാവും. എന്നാൽ പിന്നെ റിസ്ക് എടുക്കണ്ട. ഭൗതികമായ ലക്ഷ്യമല്ല. ഇതൊക്കെ ഇബാദാത്തുൻ ഖൽബിയ്യയാണ്, ഹൃദയം കൊണ്ടുള്ള ഇബാദാത്ത്. നാവ് കൊണ്ടുള്ള ഇബാദത്തുൽ ലിസാനിയ്യ, തിലാവത്ത്, ദിക്ർ, ദുആ, ദഅവത്ത്, നല്ല വർത്താനങ്ങൾ, ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്താണ് അല്ലേ. പിന്നെ ഇബാദത്തുൻ ബദനിയ്യ, ശരീരം കൊണ്ടുള്ള നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് അല്ലേ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ചെയ്യണ ഇബാദത്ത്. എല്ലാ ഇബാദത്തും പടച്ചോനിലുള്ള വിശ്വാസവും അവനിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും. എൻ്റെ റബ്ബ് എനിക്ക് നിർബന്ധമാക്കിയ നോമ്പ്, നിർബന്ധമാക്കിയ നിസ്കാരം, നിർബന്ധമാക്കിയ സകാത്ത്, അത് ഞാൻ കൊടുത്തു വീട്ടുന്നു. എന്തിന്? ഇബ്തിഗാ വജ്ഹില്ലാ, അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി, പടച്ച റബ്ബിൻ്റെ പുണ്യത്തിന് വേണ്ടി, അവൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന നീയത്ത് വേണം. സ്വതക്കയെക്കുറിച്ച് പറഞ്ഞില്ലേ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കും. ആരാ 7 വിഭാഗത്തിൽ ഒരാൾ? വറജുലുൻ, ഒരു മനുഷ്യൻ. എന്താണ് പ്രത്യേകത? അയാൾ തസദ്ദഖ, സ്വതക്ക നിർവഹിച്ചു, ഫഅഖ്ഫാഹ, അയാൾ അത് ഗോപ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ചെലവാക്കുക. മനസ്സിലായില്ലേ? സിറായിട്ടും ജഹ്റായിട്ടും ചെലവഴിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ സിറായിട്ട് കൊടുക്കുന്നതിന് മഹത്വം കൂടുതലാണ്. ഇഖ്ലാസ് ഉണ്ടാകാനുള്ള ഒരു മാർഗം കൂടെയാണ് സ്വകാര്യ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇഖ്ലാസാണ് തെളിയിക്കുന്നത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിൻ്റെ അങ്ങേയറ്റം. മനസ്സിലായില്ലേ? ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഹജ്ജിന് പോയിനി അല്ലേ. രാത്രി ഭയങ്കര മഴയായിരുന്നു. എന്തേ? ഞാൻ രാത്രി നിസ്കരിക്കാൻ എണീറ്റപ്പോഴാണ് എഡിയും മഴയും. വിചാരിഞ്ഞില്ല, ഒമ്പം മഴേനി. നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ നിസ്കരിക്കാൻ വെച്ചു. ഓരോന്ന് ഞാനാണ് അതുണ്ടാക്കിയത്, ഇതുണ്ടാക്കിയത്, ഇത് കൊടുത്തത്, അതാക്കിയത്, ഇതാക്കി ഓരോ കാര്യങ്ങൾ. ഇവിടെ നിന്നൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ വന്ന് ഇവിടെ പാർത്തപ്പോൾ ഭയങ്കര സംഘടനയൊക്കെ ആയിരുന്നു. ചരിത്രം പറയാൻ മറ്റുള്ളവർക്ക് ഗുണപാഠം കിട്ടാൻ വേണ്ടി പറയുന്ന ചരിത്രങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ താൻപോരിമ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു സംഭവമാണ്, നമ്മുടെ കഥകൾ, നമ്മുടെ ത്യാഗങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ ബാധിലായി പോവാണ് കർമ്മങ്ങൾ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്തേ? ഫുള്ള് മീറ്റിങ്, ഫുള്ള് യാത്ര, ഫുള്ള് പരിപാടി. ഇതൊക്കെ എപ്പോൾ പറയേണ്ടേ? നിങ്ങൾ ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ 3 ആൾക്കാർ പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളൂ. ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. കാരണം എൻ്റെ ഉമ്മയും ബാപ്പയുടെ എനിക്ക് ഏറ്റവും വലുത് അല്ലേ. വ്യഭിചാരത്തിന് അവസരം ഉണ്ടായപ്പം അതിൽ നിന്ന് പടച്ചോനെ ഓർത്തിട്ട് രക്ഷപ്പെട്ടു അല്ലേ. ജോലി ചെയ്തിട്ട് കൂലി വാങ്ങാതെ പോയപ്പോൾ ആ കൂലിക്കൊരു ഒട്ടകത്തെ വാങ്ങി, ആ ഒട്ടകം പ്രസവിച്ച്, അതിൻ്റെ മക്കൾ പ്രസവിച്ച് ഒരു താഴ്വാരം നിറയെ ആയപ്പോൾ ആ ജോലിക്കാരൻ കൂലി ചോദിച്ചു വന്നപ്പോൾ ആ താഴ്വാരം നിറച്ചുള്ള ഒട്ടകങ്ങളെ മുഴുവനും കൊടുത്തു. കാരണം മൂലധനം ആരതാ? ഇവൻ്റെതാണ്. ഓൻ്റെ മൂലധനം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഗതിയുടെ മുഴുവൻ ഓണർഷിപ്പും അയാൾക്കാണ് കൊടുത്തു. പടച്ചോനെ നിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യണമൊക്കെ ആരോടെ പറയേണ്ടി? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള തവസ്സുലാണത്.
അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അഅ്മാലു സാലിഹാത്തുകൾ വെച്ച് നമുക്ക് പടച്ചറബിനോട് പ്രാർത്ഥിക്കാം. സൽക്കർമ്മകാരികളായിട്ടുള്ള നല്ല മനുഷ്യന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറയാം. ഇതൊക്കെയാണ് അനുവദിച്ച തവസ്സുൽ. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം പഠിപ്പിച്ച വസീല ഇതാണ്. അല്ലാതെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൾ കൊണ്ട് വസീല തേടാമെന്നല്ല. അനുവദിച്ച തവസ്സുലിനുള്ളതാണ് നമ്മുടെ ത്യാഗങ്ങളൊക്കെ. അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു പരത്തി അതിൻ്റെ പുണ്യങ്ങൾ പ്രതിഫലങ്ങൾ ഇല്ലാതാക്കി ഈ സാധാരണക്കാരായ 4 മനുഷ്യന്മാരുടെ അപ്രീഷിയേഷനും അവരുടെ പുഞ്ചിരിയും അവരുടെ സപ്പോർട്ടും കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം സുഹൃത്തുക്കളെ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരു നഫ്സും മറ്റൊരു നഫ്സിനും ഒരു ഉപകാരവും ചെയ്യാത്ത ദിനത്തിൽ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് വരുന്ന പരലോകത്ത് പടച്ചറബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്ത കർമ്മങ്ങൾ ഉപകാരപ്പെടുന്ന അവിടേക്ക് വേണ്ടി നാം സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പാദ്യത്തിനിടക്ക് പുഴുക്കുത്തുകൾ കടന്നുകൂടാതിരിക്കാൻ ജാഗ്രത കാണിക്കണം. നമ്മൾ ജാഗ്രത ഷെയ്ത്താൻ്റെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ഇഖ്ലാസ് എപ്പം വേണം? കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വേണം, ചെയ്തുകൊണ്ടിരിക്കേ വേണം, ചെയ്ത് കഴിഞ്ഞാലും വേണം. മനസ്സിലല്ലേ? ചെയ്തതിന് മുമ്പ് വേണം. എന്തിന് ചെയ്യുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു പുണ്യത്തിൻ്റെ നന്മയും പ്രതിഫലമൊക്കെ ആയിരിക്കണം നമ്മൾ മനസ്സിലാണ്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായില്ലേ, മനോഹരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ശുക്ർ കാണിക്കാൻ, നിനക്ക് ദിക്റെടുക്കാൻ, നിനക്ക് മനോഹരമായി ഇബാദത്ത് ചെയ്യാൻ. അയ്യുക്കും അഹ്സനു അമല, അതല്ലേ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ആ അഹ്സനായ അമൽ ചെയ്യാനുള്ള ഉദവി നമ്മൾ പടച്ചവനോട് സഹായം നമ്മൾ തേടുകയാണ്. അപ്പം ഇങ്ങനെ നന്നാകുമ്പോൾ അൽഹംദുലില്ലാഹ് ശുക്രിൻ്റെ വാക്കും പടച്ചവൻ തന്ന അനുഗ്രഹവും ആ ഒരു തൗഫീഖിലുള്ള നന്ദിയും ഇതൊക്കെയാണ്. അല്ലാതെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് സംഭവം അതല്ല. ആളുകൾ നമ്മുടെ മുമ്പിൽ അജണ്ടയേ അല്ല. ഇതൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യന്മാരാണ്. ഇഷ്ടപ്പെടാനും എളുപ്പമാണ്, വെറുക്കാനും എളുപ്പമാണ് അല്ലേ? ഒരു കവി പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഔഫ് എനിക്കൊന്ന് ചിരിച്ചുകൂടെ ചോദിച്ചു. ചിരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തൊരു പളപളപ്പാണ് കാണിക്കണേ, ഇങ്ങനെയൊക്കെ ചിരിക്കണോ ചോദിച്ചു. ഞാൻ മിണ്ടാന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, മിണ്ടിയപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തൊരു വായാടിത്തന്നെ, കുറച്ചൊന്നും മിണ്ടാന്ന് ചോദിച്ചു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു മനസ്സിൽ കുയിന്തും പോരും വെച്ച് ഞാൻ നടക്കുക, ആരോടും മിണ്ടാതെ. അവസാനം മൂപ്പരുപാട് എനിക്ക് മനസ്സിലായി, പടപ്പുകളെ ബോധ്യപ്പെടുത്താനും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ശ്രമിച്ചാൽ ഞാൻ പരാജയപ്പെടുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി എ മുസ്ലിം ആവുക. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? പരിപൂർണമായിട്ടും പടച്ചറബിന് കീഴൊതുങ്ങുക. മുസ്ലിമിൻ്റെ മുമ്പിലെ എയിം എന്താണ്? പടച്ചറബിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റവനാണ് മുഅ്മിൻ. ആ ഒരു ക്വാളിറ്റി സഹോദരന്മാരെ നമുക്കുണ്ടാവണം. ഒരു മുഅ്മിനിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അഅ്മാലു സാലിഹാത്ത്, അഅ്മാലുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഏത്? ഇഖ്ലാസ്. ഖൗഫയിൽപ്പെട്ടതാണ്, മഹബ്ബത്തിൽപ്പെട്ടതാണ്, അതൊക്കെ അതിൽപ്പെട്ടതാണ്. വറഅ് അതിൽപ്പെട്ടതാണ്, തഖ്വ അതിൽപ്പെട്ടതാണ്, അഅ്മാലുൽ ഖുലൂബിൽപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയത്തിനുണ്ടാകേണ്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ് അതൊക്കെ. തവക്കുൽ അതിൽപ്പെട്ടതാണ്, മുഹാസബത്ത് അതിൽപ്പെട്ടതാണ്. ആ ഒരു ക്വാളിറ്റിയാണ് ഇഖ്ലാസ്. അതെന്തിൽ വേണം? എല്ലാറ്റിലും വേണം. ഈവൻ നമ്മൾ ചെയ്യുന്ന ആദത്തുകളിൽ പോലും, പതിവ് ദിനചര്യകളിൽ പോലും നമുക്ക് ആ ഇഖ്ലാസ് കൊണ്ടുവരാൻ പറ്റിയാൽ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ വലിയ സംഭവമായിരിക്കും അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഗസാ ഫീ സബീലില്ലാഹ് വലം യൻവി ഇല്ലാ ഇഖാലൻ ഫലഹു മാ നവ. അവനൊരു ചെറിയ കാര്യങ്ങൾ പോലും ഒരു ഭൗതികമായ എന്തെങ്കിലും സാധനമാണ് അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ ഉദ്ദേശിക്കണമെങ്കിൽ ഓൻ അത് കിട്ടും. അല്ല, ഓന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇതുകൊണ്ട് വല്ല പുണ്യവുമാണ് ആഗ്രഹിക്കണമെങ്കിൽ അവനത് കിട്ടും. റസൂലുള്ളാഹി പറയാം, മനിത്തബഅ ജനാസ മുസ്ലിം ഈമാനൻ വഹ്തിസാബൻ വകാന മഅഹു ഹത്താ യുസല്ലി അലൈഹാ വയുഫ്റഗു മിൻ ദഫ്നിഹാ ഫഇന്നഹു യർജിഉ മിൻ അജ്രി ബിഖൈറാതൈനി കുല്ലു ഖൈറാത്തിൻ മിസ്ലു ഉഹദിൻ ومن صلى عليها ثم رجع قبل أن تدفن فإنه يرجع بخيرات. എന്താണ്? ഒരു മയ്യത്തിൻ്റെ കൂടെ ഒരാൾ അനുഗമിച്ചു, നിസ്കരിച്ചു പോന്നു, ഓനൊരു ഖീറാത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് ജനാസ ഖബറടക്കാൻ പോയി, അവിടുത്തെ ചര്യകളൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിൽ അവന് ഖീറാത്താൻ. ഇതാർക്കാ കിട്ടുക? മനിത്തബഅ ജനാസതൻ
ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടെയും പ്രതിഫലേച്ഛയോടുകൂടെയും ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞ തരങ്ങൾ, ഒരു നൂലാണ് ഇഖ്ലാസ്. ഏത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു നൂലാണ്. എന്ത്? ആളുകളെ കാണിക്കാനും പാടില്ല, ആളുകൾ എന്നാൽ കാണും ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു നൂലാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് നമ്മൾ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞു, തഅല്ലമു അന്നിയ്യ, നിങ്ങൾ നീയത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന വേണം. ഫഇന്നഹ അബ്ലഗു മിനൽ അമൽ, അമലുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആ ഒരു നീയത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ നീയത്ത് പ്ലേസ് ചെയ്യുന്നിടത്ത് നമ്മൾ അശക്തരായി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടും കാര്യമില്ല, അതൊക്കെ ബാത്തിലായി പോകും. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ താല്പര്യം കാണിക്കേണ്ട, മാത്സര്യം കാണിക്കേണ്ട വിഷയമാണ് നമ്മുടെ നീയത്തിനെ ശരിയാക്കുക, ഇഖ്ലാസ് കൊണ്ടുവരിക എന്നുള്ളത്. ഇല്ലെങ്കിൽ ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതങ്ങോട്ട് പൂർത്തീകരിച്ച് തരുമെന്ന് ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്, ഇസ്രായിലുണ്ട്, സൂറത്ത് ഷൂറയിലുണ്ട്, എല്ലാമുണ്ട്. ഇന്ന അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. സ്വഹാബത്തിനോട് പറയാം. എപ്പോഴാണ് പറഞ്ഞറിയെങ്കിൽ ഈ ഉമ്മത്തിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ ഫിത്നയാണെന്ത്? മസീഹു ദജ്ജാലിൻ്റെ ഫിത്ന അല്ലേ? ആ മസീഹു ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടുന്ന് പോയി. പിന്നെ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യാണ്. നമ്മുടെ കാലത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ പോകും അല്ലേ? കുറച്ച് ആൾക്കാരെങ്കിലും ആ ക്ലാസ്സിലുള്ള കണ്ടന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? സ്വഹാബത്ത് ആ ക്ലാസ്സിലെ കണ്ടന്റിനെ, അവർക്ക് ഹേർട്ട് ചെയ്ത പോയിന്റിനെ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ സ്വഹാബത്ത് വരെ കുന്നാന തദാക്കറൻ മസീഹു ദജ്ജാൽ, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി പോയിട്ട് കുറേ നേരമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നേരങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അവർ പറഞ്ഞു, ഞങ്ങൾ മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫിത്നയാണത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയെക്കാളും ഞാൻ നിങ്ങളിൽ ഭയക്കുന്ന ഫിത്ന ചെറിയ ശിർക്കാണ്. സഹാബത്ത് ചോദിച്ചു, വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ചെറിയ ശിർക്ക് എന്താണ് നബിയെ? അരിയാ, ലോകമാന്യതയാണ്. യഖൂലുല്ലാഹു തബാറക വതആല യൗമുൽ ഖിയാമ ഇദാ ജുസിഅ അന്നാസു ബിഅമാലിഹിം, കർമ്മങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുർ ഹൽ തജിദൂന ഇൻദഹും ജസാ. നിങ്ങൾ ആരെ കാണിക്കാനാണോ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്തത്, നിസ്കരിച്ചത്, നോമ്പ് നോറ്റത്, സ്വതഖ നിർവഹിച്ചത്, ഹജ്ജ് ചെയ്തത്, ജിഹാദിലേർപ്പെട്ടത്, ദഅവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്, അവരോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങൾക്കുള്ള പ്രതിഫലം അവരുടെ കൈകളിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരട്ടെ. അള്ളാൻ്റെ അടുത്തില്ല. പടച്ചോൻ വരും. വിശ്വാസികൾ പടച്ച റബ്ബിനെ കാത്തിരിക്കും. അള്ളാഹു സുബ്ഹാനഹു ചോദിക്കും, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? വിശ്വാസികൾ പറയും, അള്ളാഹുവിനെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം പടച്ച റബ്ബിനെ? അള്ളാഹു ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. അവൻ്റെ കണങ്കാല് വെളിവാക്കുന്ന ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു അവൻ്റെ മുമ്പിലെ മറനീക്കും. പടച്ച റബ്ബിനെ കാണുമ്പോൾ മുഅ്മിനീങ്ങൾ സുജൂദിൽ വീഴും. എന്നാൽ അല്ലറച്ചില്ലറ നീയത്തിൽ പോരായ്മണ്ടായ ആൾക്കാർ മൂക്കുകുത്തി വീഴും. കാരണം അവർക്ക് സുജൂദ് മടങ്ങാൻ കയ്യിലാണ്. ലക്ഷ്യം, ഉദ്ദേശം, നീയത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മഹാനായ ഒരു പ്രവാചകൻ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധ കഅബാലയം പുതുക്കി പണിയുന്നത്. ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടുത്തു കഴിഞ്ഞതിന് ശേഷമല്ല, പടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പള്ളിക്ക് തറയിടുമ്പോൾ അതിങ്ങനെ ഓസ് പിടിച്ച് നനക്കുമ്പോൾ കണ്ണിങ്ങനെ നിറയാണ്. പടച്ചോനെ കബൂൾ ചെയ്യണേ റബ്ബേ. ദഅവത്തിനിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായില്ലേ? സ്വതക്ക കൊടുക്കുമ്പോൾ കൈകൾ വിറക്കുകയാണ്. അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ പിടക്കുക. ഐഷ ബീവി ചോദിക്കുക, നബിയെ എന്തേ പിടക്കാൻ കാരണം? അവർ മോഷ്ടിച്ചവരാണോ
അവർ വ്യഭിചരിച്ചവരാണോ, അവർ മദ്യപിച്ചവരാണോ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലായാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ പുത്രി ആയിഷ, അതുകൊണ്ടല്ല അവരുടെ കൈകൾ വിറക്കുന്നത്, ഹൃദയം പിടക്കുന്നത്. വഹും യഖാഫൂന അല്ലാ തുഖ്ബില മിൻഹും, അവർ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സദഖ കൊടുക്കുക, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പേടി, പടച്ചോനെ ഇത് കബൂൾ ചെയ്യൂലേ. നമ്മൾക്കിന്ന് അജ്ർ ഉറപ്പിച്ച മാതിരി അല്ലേ? ആൾക്കാർ നല്ല വർത്താനം കിട്ടിയാലും നമുക്ക് സമാധാനമായി. ഓഹ്, ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരാളൊരു നല്ല വർത്താനം പറയില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാപ്പല്ലെങ്കിൽ പറയൽ നമ്മളങ്ങനെ കിടന്ന് അധ്വാനിക്കുക എന്നല്ലാതെ ഒരാളൊരു നല്ല വർത്താനം പറയില്ല. പള്ള നിറച്ച് തിന്ന് അങ്ങനെ നീച്ചു പോവും. വേണ്ട, ആരും പറയണ്ട. ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇത്ആമു ത്വആം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് അൽ അഖ്റബ്, അൽ അഖ്റബ്, ഏറ്റവും അടുത്തവരായ നമ്മുടെ കുടുംബത്തിന്, സ്വന്തം ഭർത്താവിന്, സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം കുടുംബാംഗങ്ങൾക്കാകുമ്പോൾ അതിന് അജ്ർ കൂടും. അയൽവാസികൾക്കാകുമ്പോൾ അജ്ർ കൂടും. നമുക്കെന്തിനാ പ്രശംസ? നമുക്കെന്തിനാ നല്ല വർത്തമാനം? ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലൊരു പുണ്യമാണെന്ന് ആഗ്രഹിച്ച് ചെയ്യ്. അപ്പോൾ അടുക്കള ജോലികൾ എളുപ്പമാകും. ഈ പാത്രം കഴുകുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും നിലം തുടക്കുന്നതും ഭർത്താവിൻ്റെയും മക്കളുടെയും ഉടുപ്പ് വൃത്തിയാക്കുന്നതൊക്കെ എനിക്ക് പടച്ച റബ്ബ് അജ്ർ നൽകുന്ന മഹത്തായ കർമ്മമാണെന്ന് നീയത്ത് ചെയ്തു നോക്കൂ. അതൊക്കെ എളുപ്പമാകും. ചെയ്യുമ്പോൾ നല്ല തൃപ്തി ഉണ്ടാകും. മറ്റു നമ്മൾ ചെയ്യും വേണം, പിന്നെ മനസ്സിലിങ്ങനെ പിറുപിറുക്കും ചെയ്യും. ഇതേപോലെയാണ് ആണുങ്ങൾ വീട്ടിലെ ചെലവ് നിർവഹിക്കുമ്പോൾ, വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട്, മക്കളുടെ ഫീസിന് വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇണകൾ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുകയാണ്, നമ്മൾ മുഖം കറുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ അവർക്ക് പ്രയാസമാണ്. എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പറയാണ്. അങ്ങനെ പറയിപ്പിക്കരുത്. പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്താക്കണം, പടച്ചോനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നത് സ്വതഖയാണ്. മക്കളോട് കാരുണ്യം കാണിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹം പുണ്യമാണ്, ഇബാദത്താണ്. പടച്ചോൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ആണിനോട് ചെലവ് കൊടുക്കണം അല്ലേ? ആണ് ചെലവ് നിർവഹിക്കണം. ഭാര്യയ്ക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കറണ്ട് ബില്ലടക്കുമ്പോഴും, ഫോൺ റീചാർജ് ചെയ്യുമ്പോഴും, വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴും, ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുമ്പോഴും, എന്താ ഇപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ആസ്പത്രി കൊണ്ടുപോയി കൊടുക്കാനുള്ളൂ. കൊടുക്കാനുണ്ടല്ലോ അല്ലേ? കൊടുക്കാനുണ്ടല്ലോ. സേ അൽഹംദുലില്ലാ. മരുന്ന് വാങ്ങാൻ കാശില്ലാതെ, ചികിത്സിക്കാൻ വകയില്ലാതെ, ആൾക്കാരുടെ മുമ്പിൽ തെണ്ടണ്ട ഗതികേട് പടച്ചോൻ നമുക്ക് തന്നില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയല്ലേ വേണ്ടത്. രോഗം വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ രോഗം വരുമ്പോൾ ക്ഷമിച്ച് ചികിത്സ തേടൂ. തദാവൗ ഫഇന്ന ലികുല്ലി ദാഇൻ ദവാ. നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കൂ. എല്ലാ രോഗത്തിനും മെഡിസിനുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പന പാലിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ചികിത്സിക്കുന്നു, ഫീസ് അടച്ചു പോരുന്നു, മരുന്ന് വാങ്ങുന്നു. അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിക്കൂ. അപ്പം നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും സുഹൃത്തുക്കൾ. ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഇതെന്താ വെച്ചാൽ പടപ്പുകളുടെ ചങ്ങലക്കെട്ടിനകത്താണ് നമ്മൾ. എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമൻ്റ് ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണേ. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണമല്ല നോക്കുന്നത്, എഫേർട്ടാണ്. അല്ല റിസൾട്ടല്ല നോക്കുന്നത്. റിസൾട്ട് നമ്മളെ കയ്യിലാണ് ആണോ? ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്ത് ഇതിൻ്റെ റിസൾട്ട് ഇത് എത്രത്തോളം എത്ര ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അല്ല തീരുമാനിക്കണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നമ്മുടെ എഫേർട്ടിലേക്കാണ്, റിസൾട്ടിലേക്കല്ല. റിസൾട്ട് മീൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടാ. റിസൾട്ടൊക്കെ നമ്മൾ അള്ളാഹിനോട് പറയണ്ടേ, പടച്ചോനെ ഞങ്ങൾ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്, വീട് മൊത്തം കയറി ഇറങ്ങി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ഇനി എത്ര ആൾ വരുന്നൊന്നും അറിയില്ല. വരാളൊരു മനസ്സുണ്ടാക്കി കൊടുക്കണേ. മനസ്സിലായി? തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് ഈ ഹക്ക് ബോധ്യപ്പെടുന്നൊന്നും അറിയില്ല. പടച്ചോനെ നീ നിൻ്റെ അടുത്താണ്. അഥാബ് നബി റബാഹ് മരിക്കുമ്പോൾ 7 ശിഷ്യന്മാരാളുള്ളത്. ലോകം കണ്ട മഹാപണ്ഡിതനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ആകെ ഒരു ശിഷ്യനാണുള്ളത്, ഇമാം മുസ്ലിം മാത്രം. എണ്ണവും വണ്ണവുമാണ് നോക്കുന്നതെങ്കിൽ, സംഘശക്തിയാണ് നോക്കുന്നതെങ്കിൽ, സ്വീകാര്യതയാണ് നോക്കുന്നതെങ്കിൽ, സപ്പോർട്ടാണ് നോക്കുന്നതെങ്കിൽ, കമൻറ്റും റീച്ചുമാണ് നോക്കുന്നതെങ്കിൽ, ലോകം കണ്ട മഹാപണ്ഡിതന്മാർക്ക് റീച്ച് കിട്ടിയിട്ടില്ല. അവർ റീച്ച് ആഗ്രഹിച്ചിട്ടുമില്ല. ഒരു പണ്ഡിതങ്ങൾ നടന്നു വരുമ്പോൾ മാർക്കറ്റിൽ ആളുകൾ തിരക്കാണ് സാധനം വാങ്ങാൻ. അപ്പോൾ ഇയാളിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആളുകൾ മാറിക്കൊടുക്കി, അറിയപ്പെട്ട മുഹദ്ദിസാണ്, പണ്ഡിതനാണ്, ആലിമാണ്, അദ്ദേഹം വാങ്ങിച്ചു പോയിക്കോട്ടെ. അങ്ങനെയല്ലേ? സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ്. അദ്ദേഹം അവിടുന്ന് പോയി. കാരണം എൻ്റെ ഇൽമ്, എൻ്റെ പാണ്ഡിത്യം ഈ ദുനിയാവിൽ ഇളവിനുള്ളതല്ല, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾക്കുള്ളതല്ല, ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്കുള്ളതല്ല. അത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വർഗം കിട്ടാനുള്ളതാണ്. ഇൽമുൻ അല്ലമഹു വനശറഹു, പഠിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഇൽമ് മരിച്ചാലും നിലയ്ക്കാതെ ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്ന ജാരിയായ സദഖയാണ്.
ജാരിയായ പ്രവർത്തനമാണ്. അത് ഈ ദുനിയാവിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളും സപ്പോർട്ടും ബഹുമാനവും ആദരവും സ്നേഹവും അതുപോലെ തന്നെയുള്ള പുഷ്പാർച്ചനകളും ആഗ്രഹിക്കരുത്. ആൾക്കാരിപ്പോൾ സ്നേഹം കൊണ്ട് പലതും തരിക, സ്നേഹിക്കുക, പ്രകടിപ്പിക്കുക, അതൊക്കെ ചെയ്തു നോക്കി വരും. പക്ഷെ മനസ്സിലൊരിക്കലും ഉണ്ടാവരുത്. എനിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം പൂർണ്ണമായി അതാണ് ഇഖ്ലാസ്. ലബനുൻ ഖാലിസ് എന്താ? ലബനുൻ ഖാലിസ് എന്ന കറന്നെടുത്ത കളങ്കമില്ലാത്ത പാല, പ്യുവർ മിൽക്ക് അല്ലേ. ലബനും ഇപ്പം ലബന് തൈരാണ് അല്ലേ, മോരിന് ലബന് പറയില്ലേ, ഹലീബാണ് പാല് അല്ലേ. അപ്പോൾ അത് കളങ്കമില്ലാത്തതായിരിക്കണം നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഏതൊരു കർമ്മത്തിലും സമ്പൂർണ്ണമായിട്ട്. അപ്പോൾ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പഠിച്ചവൻ എന്ന് എന്തൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാൻ്റെ അടുത്തേക്കുള്ളതായിരിക്കും. മറ്റത് കുറേ അങ്ങനെ ലാപ്സായി പോവാണ്, വേസ്റ്റായി പോവാണ്. ഒരു ഓട്ടമുള്ള കലത്തേക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. മോട്ടർ അങ്ങനെ അടിക്കുന്നുണ്ട്, ടാങ്കറ്റ് നിറയണില്ല, നമ്മൾ നോക്കൂലേ ഇതെവിടെ ഒരു ദോരണ്ടെന്ന് അല്ലേ. അപ്പോൾ ദോരം വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ദോരം വീഴാത്ത ഇഖ്ലാസുള്ള കർമ്മങ്ങൾ നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ കർമ്മം അല്ലാഹ് സ്വീകരിക്കും. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നവൻ്റെ കർമ്മങ്ങളെ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അങ്ങനെ ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് പടച്ചവൻ്റെ അടുത്ത് നല്ല പ്രതിഫലം കിട്ടും. ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ. അള്ളാഹിൻ്റെ കൂലി മാത്രം നീ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്താൽ നിനക്ക് പ്രതിഫലം നിർബന്ധമായിട്ടും കിട്ടും. മനസ്സിലായില്ലേ? പരലോകത്ത് ഹൽമും ഉണ്ടാവില്ല, ദുൽമും ഉണ്ടാവില്ല. എന്താ ഹൽമ്, എന്താ ദുൽമ്? ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യാത്ത കാര്യം അയാളുടെ പേര് എഴുതി വെക്കുക. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരെ തല്ലിക്കൊല്ലുക, കേസ് ചുമത്തുക, എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയിടുക, എന്നിട്ട് ആരോഗ്യമൊക്കെ ക്ഷയിപ്പിച്ചിട്ട് മരുന്നടിച്ചിട്ടും അവരെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടും ഒന്നിനും പറ്റാത്ത ആളാക്കിയിട്ട് പുറത്തേക്ക് വിടുക. നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക മിൻ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. എന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അങ്ങനെയല്ല. 99 പാപങ്ങളുടെ സിജില്ലാത്തുകളുമായിട്ട് ഒരാൾ വരും. അയാളോട് അള്ളാഹു ചോദിക്കും, ഇതെല്ലാം നീ ചെയ്തതാണോ? അതെ. എൻ്റെ എഴുത്തുകാർ നിൻ്റെ പേര് വല്ല കള്ളവും കെട്ടിച്ചമച്ചതായിട്ട് ഇതിനകത്തുണ്ടോ? ഇല്ല റബ്ബേ, ഒന്നുമില്ല. അതുകൊണ്ട് പരലോകത്ത് ദുൽമില്ല. ഹൽമെന്താ? ഹൽമ എന്ന് പറയും, ഒരാൾ ചെയ്ത ഒരു നന്മയും പാഴായി പോവില്ല, അതും അവൻ പരലോകത്ത് കാണാതെക്കൂല. അള്ളാൻ്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ, അള്ളാൻ്റെ കൂലി അല്ല ആഗ്രഹിച്ചതെങ്കിലോ അതും അവന് കാണാൻ കിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും, പ്രതിഫലം ലഭിക്കും. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ കൂലി കിട്ടും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇഖ്ലാസ് ഉറപ്പിക്കുക. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് 99 സിജില്ലാത്തുകളുമായിട്ട് വന്ന മനുഷ്യൻ്റെ കഥ. വ്യഭിചാരിണിയായിട്ടും നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടിയ ആളുടെ കഥ. അതൊക്കെ ഈ ഒരു ഇഖ്ലാസിൻ്റെ മഹത്വമായിട്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്കെന്തറിയങ്ങൾ നല്ല ആവേശം ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, എന്ത് നമ്മളിപ്പോൾ എത്ര നന്മ ചെയ്താലും ആരും കാണില്ല, ആരും അറിയില്ല, ആരുമൊറ്റ പരിഗണിക്കണമില്ല, ആർക്കൊറ്റ നമ്മളെ ത്യാഗറ്റ ആരും അറിയണമില്ല. അറിയേണ്ട സുഹൃത്തുക്കളെ, ചെറുപ്പം മുതൽക്ക് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊന്നും ആർക്കും അറിയില്ല. ഇപ്പം ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുക. ഡിലീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ തലച്ചോറിന്. മുമ്പത്തൊക്കെ മായ്ച്ച് കളയും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ഭാര്യമാരെന്നെ പറയും, നിങ്ങളല്ലെങ്കിൽ എന്താ ചെയ്തെന്ന്. കുട്ടികൾ പറയും, അല്ലെങ്കിൽ നിങ്ങളെ എടുക്കുക നമ്മളെ കൊണ്ടുപോയത്, ടൂർ സ്കൂളിൽ നിന്നിട്ട് വിടൂല്ല, നിങ്ങളെ നമ്മളെ കൊണ്ടുപോകില്ല. അറിയാം, എത്രയോ ഓട്ടം കൊണ്ടുപോയിണ്ടാവും. എന്നാലും ഒരു പറയും, എന്താ ഡിലീറ്റ് ആയി പോയതാണ് തലീന്നേ. മനസ്സിലായി? അള്ളാൻ്റെ രേഖയിൽ നിന്ന് ഡിലീറ്റ് ആവില്ല. ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഒരു നന്മ ഒരാൾ അഹ്സനു അമൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നാ ലാ നുദീഉ അജ്ർ, അള്ളാഹ് അജ്റിനെ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസ് ഉണ്ടാവുക. നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ കൂലിയ. മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ആഗ്രഹിച്ചാൽ തന്നെ അവന് അജ്റുണ്ട്. അവനത് പ്രവർത്തിച്ചാലോ അവന് ഇരട്ടി ഇരട്ടി കൂലിയുണ്ട്. ഒരാൾ തിന്മ ആഗ്രഹിച്ചാൽ കുറ്റമല്ല, ചെയ്താലാണ് ഒരു കുറ്റം. നന്മ ആഗ്രഹിച്ചാൽ തന്നെ പ്രതിഫലമാണ്.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ അറിയോ, മൻ സഅല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശി. ഒരാൾ നിഷ്കളങ്കമായി പടച്ചവനോട് ഷഹാദത്ത് ചോദിച്ചാൽ അല്ലാഹ് അവനെ ഷഹീദാക്കും. ഓൻ്റെ ബെഡ് കിടന്ന് മരിച്ചാലും ഓൻ ഷഹാദത്തിൻ്റെ ദറജയിലെത്തുന്നതാണ്. എന്തേ? ഇഖ്ലാസാണിത്. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവും, ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല, ഇൽമുണ്ടാവും. ഇൽമുള്ള ആളിങ്ങനെ ഒരാൾക്ക് അള്ളാഹ് ഇൽമും കൊടുത്തു, പൈസയും കൊടുത്തു. ആൾ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു, പൈസ കൊണ്ട് എമ്പാട് സ്വതക്ക് കൊടുക്കുന്നു. എന്നാൽ മറ്റൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ കൊടുത്തുള്ളൂ, പൈസ കൊടുത്തില്ല. പക്ഷെ ഇയാൾ പൈസ കൊണ്ട് ഇങ്ങനെ സ്വതക്ക് കൊടുക്കണ കാണുമ്പോൾ ഈ ഇൽമ കിട്ടിയ പൈസ കിട്ടാത്ത ആളിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്, പടച്ചോനെ എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ സ്വതക്ക കൊടുക്കാമായിരുന്നു. സുഹൃത്തുക്കളെ, പരലോകത്ത് രണ്ടാളും സെയിമാണ്. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ഇയാൾ ആഗ്രഹിച്ചു പോവാണ്, എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. നിഷ്കളങ്കമായിട്ട്, വെറുതെ പറയല്ല. ഏത് ഇല്ലാത്തപ്പോൾ അങ്ങനെ പറയാം, ഉണ്ടെങ്കിൽ സ്വഭാവം മാറുക, അങ്ങനെയല്ല. നിഷ്കളങ്കമായിട്ട് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഭയങ്കര പ്രതിഫലമാണ്. ഇന്ന അഖ്വാമൻ ബിൽ മദീന ഖലഫ്നാ മാ സലഖ്നാ ശിഅബൻ വല വാദിയൻ ഇല്ലാ വഹും മഅനാ ഫീ ഹബസഹുൽ ഖുദ്ർ. ചില ആളുകളുണ്ട്, അവർ തായ്വാരങ്ങളും മലമടക്കുകളും താണ്ടിക്കടന്ന് യുദ്ധത്തിന് പോയിട്ടില്ല. അവർ മാറി നിൽക്കണ യുദ്ധത്തിൽ നിന്ന്. എന്തേ കാരണം? രോഗമാണ്. ഇല്ലാ ശറകൂകും ഫിൽ അജ്ർ. യുദ്ധത്തിന് പോയ പ്രതിഫലത്തിൽ അവരും പങ്കാളികളാണ്. നല്ല കാലത്ത് നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലേ, ആവാത്ത കാലത്ത്, കഴിയാത്ത കാലത്ത് നമ്മൾ മാറി നിൽക്കുമ്പോൾ പടച്ച റബ്ബ് പൂർണ്ണ പ്രതിഫലം നമുക്ക് തരികയാണ്. ജമാഅത്തിന് വരാൻ വയ്യ പള്ളിക്ക്, അപ്പം നമ്മൾ വീട്ടിലാണ്, രോഗം കാരണത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവിടെ കിടന്നാൽ മതി. അവിടെ കിടന്ന് നിസ്കരിച്ചാലും ജമാഅത്തിൻ്റെ കൂലി, ദഅവത്തിൻ്റെ കൂലി, സദഖയുടെ കൂലി, നന്മയുടെ കൂലി. നല്ല കാലത്ത് നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടെ ഇത് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നൊരു തടസ്സം മാത്രം, അത് റെലവൻ്റായ തടസ്സമാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കല്ല. എന്നും ഭാര്യക്കസുഖം 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 പറഞ്ഞ ഒരാൾ, ഭാര്യക്കസുഖമൊന്നുമില്ല, ഇനി അവസാനം ഭാര്യ ഒരു മാരക രോഗിയായി മാറിയാറിന് നൗദുബില്ല. എന്ത് എപ്പോഴും ഇങ്ങനെ കാരണം പറയാൻ വേണ്ടിയിട്ടേ, ഭാര്യനെ പറയാം, ഉമ്മാനെ പറയാം, മക്കളെ പറയാം, ജോലി പറയാം, ഭയങ്കര ക്ഷീണം. അതുകൊണ്ടാണ്. പിന്നെ അവന് ചിലപ്പോൾ നീച്ചാൻ പറ്റിക്കോണമെന്നില്ല. ഇതെല്ലാം അള്ളാഹ്ക്ക് അറിയാലോ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു അറിയാം. ഇപ്പോൾ എത്തിക്കാഫ് വരാനിരിക്കുകയാണ്. ഫുട്ബോളിന് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്, കല്യാണത്തിന് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്, യാത്രക്ക് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്. നമ്മളെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഉറക്കമൊഴിച്ചതും ക്ഷീണം സഹിച്ചതും പട്ടിണി അനുഭവിച്ചതും യാത്രകൾ ചെയ്തതും നിന്നതും ഇരുന്നതും ഒക്കെ പടച്ചോൻ കണ്ടുകണ്. ഇതേ മനുഷ്യന്മാർക്ക് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ, ദീനിന് വേണ്ടി ഒന്ന് ഉറക്കമൊഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിന് ക്ഷീണമെന്ന് കാരണം പറയുമ്പോൾ, പിറ്റേന്നത്തെ ജോലി കാരണം പറയുമ്പോൾ, അർജന്റീനയും ബ്രസീലും തമ്മിൽ ഫൈനൽ നടന്ന പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിട്ടും രാത്രി ഉറക്കമൊഴിച്ച് കളി കണ്ട് വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനവും കഴിഞ്ഞ് ഈവൻ സുബഹി കഴിഞ്ഞിട്ടും ആളുകൾ അങ്ങാടി തന്നെ തമ്പടിച്ചിരുന്നത് പടച്ചോൻ കണ്ടിട്ടില്ലേ? എല്ലാം പടച്ചോനറിയാം സഹോദരന്മാരെ. നമ്മുടെ കുവ്വത്തും നമ്മുടെ കഴിവും നമ്മുടെ ശേഷിയൊക്കെ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പടച്ച റബ്ബിനൊരു ഡൊമിനൻസി, പടച്ച റബ്ബ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നെഞ്ചത്ത് കൈകെട്ടുമ്പോൾ അക്ബറായിരിക്കണം അല്ലാഹ്. മനസ്സിലായില്ലേ? ആ വാല്യൂ നമ്മൾ വകവെച്ച് കൊടുക്കണം. നിങ്ങൾ എന്താണ് പടച്ച റബ്ബിനൊരു മൂല്യം കൊടുക്കാത്തത്? എന്താ നിങ്ങൾ അള്ളാഹുവിനെ തഅദീം നടത്താത്തത്? നൂഹ് നബി ചോദിച്ചില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നിഷ്കളങ്കമായിരിക്കണം, നിഷ്കപടമായിരിക്കണം. നമ്മൾ പറയുന്ന വർത്താനം, നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കാരണങ്ങളും നമ്മുടെ എല്ലാം നിഷ്കളങ്കവും നിഷ്കപടവുമായിരിക്കണം. മഴ പെയ്ത ജോലിക്ക് എങ്ങനെ പോവാ? കോട്ടിട്ട് പോവുക, അല്ലേ? കാറെടുത്ത് പോവും. എന്നാലും നിസ്കരിക്കാനോ കോട്ടിടാനും വെച്ചാൽ കാറെടുക്കാനും വെച്ചാൽ അത് മഴയായതുകൊണ്ട് ഈ രണ്ട് നമ്മളെ ട്യൂണ് പടച്ചോൻ കാണില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു തുറന്ന പുസ്തകം പോലെ നിഷ്കളങ്കമായിരിക്കണം. ചെറിയ കമൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ കാണും, നിഷ്കളങ്കത കൂടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഓൽക്ക് എന്തോ ഒരു ദുരവ് ഉണ്ടായിട്ട് അപ്പം കുറിച്ചതാണ്, അങ്ങനെ മനസ്സിലാക്കിയത്. അതല്ലാതെ ഒരു ആമായിട്ടുള്ള സാധനമല്ല അത്. മനസ്സിലായില്ല? നമ്മളിങ്ങനെ സ്റ്റേണായിരിക്കണം, ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കരുത്. മൂപ്പർക്ക് അപ്പം എന്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒന്നല്ല നിന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ച് നൈർമല്യത്തോടെ എളിമയോടെ. അതുകൊണ്ട് നബിക്കൊരു ചുക്കും കുറഞ്ഞിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമായി നമ്മൾ തെളിഞ്ഞവരായി, ശുദ്ധരായി, പടച്ചോൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലം നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ ധാരാളം കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്താ പറയുക? പിശാച് പരാജയം സമ്മതിച്ചൊരു ടീമുണ്ട്. അതാരാണറിയോ?
ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നിന്റെ ഇഖ്ലാസുള്ള ദാസന്മാരെ എനിക്ക് പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശൈത്താൻ്റെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇദാ അഖ്ലസൽ അബ്ദ് ഇൻഖതഅത് അൻഹു കസ്റത്തുൽ വസാവിസ് വറിയാ. ഒരാളുടെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ, വസ്വാസിൽ നിന്നും റിയായിൽ നിന്നും ഓനെന്ത് ചെയ്യും, രക്ഷപ്പെടും. ആ കണക്ഷന് മുറിക്കും. പിശാചിന് ഇങ്ങോട്ട് എൻട്രി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സുഹൃത്തുക്കളെ ഇഖ്ലാസ്. നമ്മുടെ ദുഃഖങ്ങൾ നീക്കിക്കളയുന്ന, നമുക്ക് റിസ്ഖ് ധാരാളമായി കിട്ടാനുള്ള സബബാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജഅലല്ലാഹു ഗിനാഉ ഫീ ഖൽബി വജമഅ ലഹു ശംലഹു വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ആർക്കെങ്കിലും അള്ളാൻ്റെ ഉദ്ദേശം, അള്ളാൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഒരാൾ ജീവിക്കണമെങ്കിൽ ഓൻ്റെ കൽബിൽ അള്ളാഹ് ധന്യത ഇട്ട് കൊടുക്കും. ആൾ ഫക്കീറാണ്, മിസ്കീനാണ്, പക്ഷെ ആൾ നല്ല ഐശ്വര്യത്തിലാണ്. കുറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, സമാധാനം ഇല്ലെങ്കിൽ. 900 കോടിയാണ് എത്ര, 9,000 കോടിയാണ് അത്ര കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അല്ലേ MDൻ്റെ ആസ്തി വെടിയുതിർത്ത് മൂപ്പര് മരിച്ച്. കുറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ലൈസൽ ഗിന അൻ കസ്റത്തിൽ മാൽ വലകിന്നൽ ഗിന ഗിന നഫ്സ്. ഹൃദയത്തിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധന്യത. അത് പടച്ച റബ്ബ് ആർക്കാ കൊടുക്കുക? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ അത് ധന്യത ഇട്ട് കൊടുക്കും. വജമഅലഹു ശംലഹു. നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി എത്രയോ റിസ്ക് എടുക്കണം, മുട്ടും കാല് പൊട്ടിച്ച് ഓടുകയാണ്. പടച്ചോനും വേണ്ടി ജീവിച്ചാൽ കാര്യങ്ങളൊക്കെ അള്ളാണ്ട് ഒരു കൂട്ടി തരും. നമ്മുടെ ദുനിയാവ് കെട്ടിടാൻ പറ്റൂലേ, കാരണം ദീനിന് നമ്മളെ കൊണ്ട് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാണ്ടെന്ന്. ആഖിറത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണോണ്ടേ നമ്മൾ ദുനിയാവൊക്കെ അള്ളാണ്ട് എളുപ്പാക്കി തരും. വാതത്തു ദുനിയ വഹിയ റാഗിമ. ദുനിയാവനവ തേടി ഇങ്ങോട്ട് വരുന്നതാണ്. ഇന്ന് ആരുടെയെങ്കിലും ഉദ്ദേശം ദുനിയാവാണെങ്കിലോ ഓൻ്റെ ഉള്ളിൽ ഫക്കർ ഇട്ട് കൊടുക്കും. തീരെ പോരാ പോരാ പോരാ, ഒന്നും ആയില്ല, ഒന്നും തേഞ്ഞിട്ടില്ല, മനസ്സിലല്ലേ? ഓൻ്റെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാക്കും. മുട്ടും കാലും പൊട്ടിച്ച് പായിക്കാൻ, അങ്ങോട്ട് പായുമ്പോഴത്തിന് ഇത് പോവും, ഇവിടേക്ക് പായുമ്പോഴത്തിന് അത് പോവും. ആകെ കൂട്ട കോംപ്ലിക്കേഷനായിക്കാരം അവൻ്റെ ലൈഫ്. ദുനിയാവിന് വേണ്ടി അവനെ എത്ര ഓടിയാലും പടച്ചോ നിശ്ചയിച്ച അല്ലറച്ചില്ലറ നേട്ടം മാത്രമേ അവന് കിട്ടുള്ളൂ. എന്തേ കാരണം? ഓൻ്റെ ലക്ഷ്യം ദുനിയാവാണ്. സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൻ്റെ വില എത്രയാണ്? ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ഒരു സത്യനിഷേധിക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത്രയും വില ഇല്ല എന്നാണ്. അത്രയും വില ഇല്ലാത്തൊരു സാധനത്തിമല്ല നമ്മൾ ഈ കെട്ടിമറിയണ്. ഇവിടെ ഓരോരുത്തരുണ്ടാക്കണ പേരയും അതിൻ്റെ ചുറ്റുമതിലും അല്ലേ, ഓരോരുത്തരെ ഈ ദുനിയാവിന് വേണ്ടിയുള്ള പാച്ചിലൊക്കെ കാണുമ്പോൾ തിരക്ക് 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 തിരക്ക്. നിസ്കരിക്കാൻ ഒഴിവില്ല, ദീന് പഠിക്കാൻ ഒഴിവില്ല, ഇബാദത്ത് ചെയ്യാൻ ഒഴിവില്ല. ഇപ്പോൾ റമദാൻ വന്നിട്ട് ഖുർആൻ ഓതാൻ പോലും സമയമില്ലാതെ പായ തന്നെയാണ്. എന്തിന്? ഈ ദുനിയാവിന്. എന്താ ഈ ദുനിയാവ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവ്. അല്ലേ, കാഹളത്തിലൂതാൻ നിയോഗിക്കപ്പെട്ട മലക്ക് ചുണ്ടിൽ കാളം കടിച്ചു പിടിച്ചിരിക്കുന്നു, കാത് റബ്ബിലേക്ക് കൂർപ്പിച്ചു വച്ചിരിക്കുന്നു, നെറ്റി അള്ളാഹുലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന മാത്രയിൽ ഊതുമ്പോൾ ഇത് തകർക്കപ്പെടും. വകൈഫ അൻഅം. പിന്നെ ഞാൻ എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വാദനം കണ്ടെത്തുമെന്ന് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ കടിച്ചു പിടിച്ചിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിൻ്റെ ശേഷം ജന്തുക്കളൊക്കെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. ഇന്നാണോ ലോകാവസാനം എന്നതിന് വേണ്ടി. നമ്മൾ പായ്യ അല്ലേ, കിട്ടിയതൊന്നും പോരായിട്ട് പായാണ് മനുഷ്യന്മാർ. സുഹൃത്തുക്കൾ, ആഖിറത്ത് ഉദ്ദേശം വെച്ചാൽ എല്ലാം റെഡിയാക്കി തരും പടച്ചോൻ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും.